നമ്മൾ സൂറത്തുൽ ഇസ്രാ എടുത്തപ്പോൾ അവസാനത്തെ ആയത്ത് എന്താ? ഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ വകബ്ബിർഹു തക്ബീറ. വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദ. ലം യത്തഖിദ് വലദ, അള്ളാഹു യാതൊരു വലതിനെയും സ്വീകരിച്ചില്ല എന്നുള്ളത് അറിയിക്കുന്നത് എന്താണ്? അള്ളാഹു ഒരു വലതിനെ, ആർക്ക് വലത് വേണ്ടത്? അള്ളാഹ്ക്ക് ഒരു വലതിൻ്റെ ആവശ്യമല്ല, ഒരു വലതിനെ സ്വീകരിച്ചത്. അത് അള്ളാഹുവിൻ്റെ കമാൽ ഖുദ്റത്തിനെയാണ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അധികാരത്തിൽ അള്ളാഹ്ക്ക് യാതൊരു ശരീക്കും ഉണ്ടായിട്ടില്ല. അതെന്താണ് അറിയിക്കുന്നത്? അള്ളാഹിൻ്റെ കമാൽ ഖുദ്റത്തിനെയാണ് അറിയിക്കുന്നത്. വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ. വലിയ്യുൻ മിനദ്ദുൽ എന്ന് പറഞ്ഞാൽ ദുല്ല് മാനക്കേട്, അപമാനം, നിന്യത എന്നാണ്. അതിനാൽ അതിനെ ഏൽക്കേണ്ടി വരും വിചാരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വലിയനെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് അറിയിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കമാലുൽ ഇസ്സത്ത്. കമാലുൽ ഇസ്സത്ത്, അള്ളാഹുവിൻ്റെ പൂർണ്ണ ഇസ്സത്തിനെയാണ് അറിയിക്കുന്നത്, പ്രതാപത്തെയാണ് അറിയിക്കുന്നത്, അജയ്യതയെയാണ് അറിയിക്കുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തനിക്ക് എന്തൊരു കാര്യം നിരാകരിച്ചിട്ടുണ്ടോ ആ നിരാകരിച്ചതിനെ നമ്മൾ സ്ഥിരീകരിക്കണം. ഒപ്പം അതിൻ്റെ എതിരിലുള്ള അള്ളാഹുവിൻ്റെ സിഫത്തിനെ നമ്മൾ പൂർണ്ണ അളവിൽ സ്ഥാപിക്കുകയും വേണം എന്നുള്ളത്. പൂർണ്ണ അളവിൽ സ്ഥാപിക്കുകയും വേണം. ഇവിടെ ലാ യദില്ലു റബ്ബി വലാ യൻസ എന്ന് പറഞ്ഞെങ്കിൽ അത് അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ കമാലുൽ ഇൽം, എന്താണ്? പൂർണ്ണ അറിവിൻ്റെ പൂർണ്ണതയെയാണ് അത് അറിയിക്കുന്നത് എന്നുള്ളത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ളതും അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, ആ വഹ്ദാനിയത്തിലുള്ള അള്ളാഹുവിൻ്റെ പൂർണ്ണത, വഹ്ദാനിയത്തിലുള്ള അള്ളാഹുവിൻ്റെ പൂർണ്ണത അതാണ്. ഇവിടെ ലം യത്തഖിദ് വലദ, അവിടെയും അതാണ്. അള്ളാഹു വാഹിദാണ്, അഹദാണ്, സമദാണ്. അതിൽ അള്ളാഹുവിൻ്റെ കമാൽ പൂർണ്ണതയാണ് അറിയിക്കുന്നത്, കമാലുൽ വഹ്ദാനിയ. ഇതേപോലെ ഏതായാലും ഇവിടെ അതാണ് നമ്മളിവിടെ ഈ സിഫത്തുകളുടെ വിഷയത്തിൽ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിരാകരിക്കപ്പെട്ട സിഫത്തിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ള വിഷയം. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. ലാ യദില്ലു റബ്ബി എന്ന എൻ്റെ റബ്ബ്, ലാ യദില്ലു എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് പൊയ് പോവുകയില്ല. എൻ്റെ റബ്ബിന് പൊയ് പോവുക എന്നുള്ളത്, റബ്ബിൻ്റെ അറിവിൽ നിന്ന് എന്തെങ്കിലും പോവുക എന്നുള്ളത് ഇല്ല, അത് മങ്ങുക എന്നുള്ളതില്ല. റബ്ബി അത് പിഴക്കുകയില്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ആവരുത്? ഒരാൾ പിഴക്കുക എന്നുള്ള അർത്ഥമല്ല, ആ മാനയിലാകാൻ പാടുള്ളതല്ല. അറിവിൽ നിന്ന് പിഴച്ചു പോവുക എന്നുള്ളതാണ്. എങ്കിൽ അറിവിൽ നിന്ന് വല്ലതും പോവുകയാണെങ്കിൽ അതൊക്കെ ആ പ്രശ്നമല്ല. ലാ യദില്ലു റബ്ബി, എൻ്റെ റബ്ബിന് അവൻ്റെ അറിവിൽ നിന്ന് എന്തെങ്കിലും പോവുക എന്നുള്ളത് അതുണ്ടാവുകയില്ല. വലാ യൻസ, യൻസ എന്ന് പറഞ്ഞാൽ റബ്ബിന് മറവി പറ്റുക എന്ന് പറയാം, അല്ലെങ്കിൽ റബ്ബിൻ്റെ അറിവിൽ നിന്ന് എന്തെങ്കിലും ഉപേക്ഷ വരിക, വിട്ടുപോവുക അത് ഉണ്ടാവുകയില്ല. തർക്ക് എന്നുള്ള അർത്ഥത്തിൽ അതുണ്ടാവുകയില്ല എന്നുള്ളത്. അള്ളാഹുവിലേക്കുള്ള ഓരോ വിഷയങ്ങൾ ചേർത്ത് പറയും വളരെ സൂക്ഷ്മമായിരിക്കണം. അള്ളാഹുവിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചില പണ്ഡിതന്മാർ കൈ വയക്ക് കെട്ട് എന്നിട്ടാ പറയുള്ളൂ. ചിലർ അള്ളാഹു ഞാൻ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടും, ചിലപ്പോൾ ആരിലേക്കാ ചൂണ്ട? ഈ ഞാനിലേക്കാ ചൂണ്ട. അസ്തഗ്ഫിറുല്ലാഹ് പോലെ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മത പുലർത്തും പണ്ഡിതന്മാർ. കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് ശീലിച്ചു പോയി, നമ്മൾ ഈ ഞാൻ ബഹുമാനപ്പെട്ട ഞാൻ, ഈ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ്.